എടി നിന്നോട് 100 വട്ടം പിന്നാലെന്ന് പറഞ്ഞല്ലേ നിർത്തല്ലേ നിർത്തല്ലേ എന്ന് പ്രസവം. നീ ഇത് കേട്ടില്ലല്ലോ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. തൽക്കാലേ ഇവിടെ നിന്ന് ആരും മാറി താമസിക്കാൻ പോകണ്ട. മാറി താമസിക്കാനാ? എന്റെ അമ്മയ്ക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കണം. പുതിയ വട്ടായിട്ട് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വേറെ വീട്ടിൽ പോയി താമസിക്കണേ, താമസിച്ചോട്ടെ, അതിനെന്താ? ആ അങ്ങനെ പറഞ്ഞു കൊടുക്കടി. ഇപ്പൊ നിനക്ക് മാറി താമസിക്കണോ? അമ്മയ്ക്കല്ലേ മാറി താമസിക്കേണ്ടത്. അമ്മ പോട്ടെ, ഞാൻ എങ്ങോട്ടും ഇല്ല. എനിക്ക് ആകെ സന്തോഷാവുന്നത് ഇവിടെ എല്ലാവരോട് സംസാരിക്കുമ്പോഴാ. അതില്ലാതാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. ചെവി തുറന്ന് കേക്കടി. ആ കുഞ്ഞിലുള്ള പാതി വന്ന് നിനക്കുണ്ടാ. നിനക്ക് മാറി താമസിക്കണമെങ്കിൽ നീ അങ്ങ് മാറി താമസിച്ചോ. ഞാനും എന്റെ മോളെ എങ്ങോട്ടും ഇല്ല. പ്രകാശം പറഞ്ഞ കേട്ടല്ലോ. ഞാനും പ്രകാശനും എങ്ങോട്ടും ഇല്ല. അമ്മ വയ്ക്കോ. പ്രസവം നിർത്തണ്ടായിരുന്നു. എന്താ ചേച്ചി? ഈ മാസം 17-ാം തീയതിയാ ചെക്കപ്പ്. സ്കാനിങ്ങും ഉണ്ട്. അങ്ങേരോട് ഇന്ന് പറഞ്ഞേക്ക്. ഇത് ചേച്ചിക്ക് നേരിട്ട് പറഞ്ഞാ പോരായിരുന്നാ? നിനക്ക് സൗകര്യം ഉണ്ടേ ചെന്ന് പറയും. ഇല്ല പറയണ്ട. ആ പറയാം. 17-ാം തീയതി അല്ലേ? എന്താ രണ്ടിന്? അമ്മ ഇനി എത്ര നാളും കൂടി വേണം കുഞ്ഞോ വരാൻ? അതിനി കുറച്ചാളും കൂടെ ഉണ്ട്. അല്ല, കുഞ്ഞാവിടെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കാതെ എന്നൊരു ഡൗട്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഇനി അമ്മ പ്രസവിക്കണ വരെ അമ്മയെ കെയർ ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. അമ്മ ഹാപ്പി ആണെങ്കിൽ ഞങ്ങളും ഹാപ്പിയാ. ഇനി അച്ഛനോടുള്ള പ്രശ്നം മറക്കാൻ. മാളു, നീ നേരത്തെ പറഞ്ഞെടുത്ത് വെച്ച് നിർത്തിക്കോ. നിങ്ങൾക്ക് എന്റെ ഡെലിവറി വരെ എന്നെ കെയർ ചെയ്യാം. നിങ്ങളുടെ അച്ഛനും. അച്ഛന്റെ അവകാശങ്ങളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിന്റെ ലിമിറ്റ് എന്റെ ഡെലിവറി വരെ മാത്രമായിരിക്കും. അതിന് മുകളിലേക്കൊരു സംസാരം വേണ്ട. മനസ്സിലായല്ലോ? അബി മനസ്സിലായല്ലോ? മനസ്സിലായി. കുഞ്ഞമ്മ മനസ്സിലായല്ലോ? എന്നാ പോട്ടെ അമ്മ. വാ. ചേട്ടാ. അവനെന്തിനാ വിളിച്ചേ? ചേട്ടാ 17-ാം തീയതി ഹോസ്പിറ്റലിൽ പോകുന്ന സ്കാനിങ് ഉണ്ടാവും. മിക്കപ്പോഴും ചേച്ചി രാവിലെ പോവാറ്. അതെന്താ അവനെ എന്റെ അടുത്തൊന്ന് പറയാന്നേ? വല്ലാത്ത ആഗ്രഹങ്ങളാണല്ലോ. ചേട്ടനൊരു കാര്യം ചെയ്യും, മറക്കാണ്ട് ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. ഇനി എങ്ങാനും മറന്നുപോയി കഴിഞ്ഞാ നല്ല പണി കിട്ടും. മറക്കാനോ? ഞാനോ? കൊള്ളാം, നിങ്ങൾ പറഞ്ഞാലേ ഉള്ളൂ. ഞാൻ മറക്കില്ല. എനിക്കെല്ലാം ഓർമ്മ ഉണ്ടാവും. എന്ത് പറ്റി മോളെ? അമ്മ എന്തിനാ എന്നെ പറ്റിച്ചേ? പറ്റിച്ചോന്നോ? ഞാനാ? അമ്മ ശരിക്കും പ്രഗ്നന്റ് ആയിരുന്നെങ്കിൽ വാണിയമ്മയുടെ കൂടെ അമ്മയ്ക്കും പ്രസവിക്കായിരുന്നല്ലോ. അവിടെ വല്യച്ഛനും മാൾച്ചേച്ചി അബിയെല്ലാം കുഞ്ഞാവെ കാത്തിരിക്കുക. അതിന് നിനക്കെന്താ? അവര് കാത്തിരുന്നോട്ടെ. അവർക്കെല്ലാം എന്താ സന്തോഷാണെന്ന് അറിയാവോ? അവര് സന്തോഷിക്കട്ടെ. അതിന് നിനക്കെന്താന്നാ ചോദിച്ചേ? ഞാനും കുഞ്ഞാവെ ആഗ്രഹിച്ചതാ. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും കുഞ്ഞാവയുണ്ട്, എനിക്ക് മാത്രമില്ല. ദേവു, അമ്മന്റെ കുട്ടി വിഷമിക്കല്ലടാ. അമ്മയ്ക്ക് പ്രസവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ 5 കുഞ്ഞുവാവളെങ്കിലും മോക്ക് അമ്മ തന്നേനെ. അമ്മ എന്നെ പ്രസവിച്ചല്ലേ, പിന്നെന്താ? അമ്മയ്ക്ക് മോളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വയ്യാണ്ടായടാ.
മോള് ഇങ്ങനെ സങ്കടപ്പെടല്ലേ മോളെ. മോള് സന്തോഷത്തോടെ ഇരുന്നാലല്ലേ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവും. എനിക്ക് വിഷമമൊന്നുമില്ല അമ്മ. വാവ വന്നിട്ടൊന്നുമില്ലല്ലോ. വാവ വരുന്നവരെ ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു കയ്യബദ്ധം പറ്റിയാ മതി, ഈ സന്തോഷമൊക്കെ അങ്ങ് തീരും. ഇതെന്താ ത്രിവേണി, പാലാ? ഇന്നലെ ചേട്ടൻ കൊണ്ടുവന്നില്ലേ കുങ്കുമപ്പൂ ചേച്ചിക്കാ. ആഹാ, കുങ്കുമപ്പൂ ഇട്ട പാലായിരുന്നാ? കുഞ്ഞിന് നിറവും ആരോഗ്യമൊക്കെ വെക്കാൻ. ആ നല്ലാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ വെറുതെ പറയുന്നതല്ലേ. ഇതൊന്നും കുടിച്ചില്ലെങ്കിലും കുഞ്ഞിന് ആരോഗ്യവും വെക്കും നിറവും വെക്കും. ഇങ്ങോട്ട് എടുത്തേ. നിങ്ങൾക്ക് എന്താ പെണ്ണുപിള്ള പ്രാന്താണോ? ഇതൊന്നും കഴിക്കാതെ കുഞ്ഞുങ്ങൾക്ക് നിറവും ആരോഗ്യമൊക്കെ വെക്കുമെന്ന് അറിയണമായിരുന്നു. അല്ലെങ്കിലും ദൈവം തീരുമാനിച്ചിട്ടുണ്ട് കുഞ്ഞെങ്ങനെ ഇരിക്കണമെന്ന്. അല്ലാതെ കുങ്കുമപ്പൂ ഇട്ട പാല് കുടിച്ചോണ്ടൊന്നും കുഞ്ഞിന് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് വലിയ ശല്യായിട്ടുണ്ടല്ലോ, പാല് മൊത്തം കുടിച്ചെടുത്ത്. എന്തു ത്രിവേണി, കാലി ഗ്ലാസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നു? ഒരു മാരണം പോയപ്പോ അടുത്ത വന്നു. എന്തിനും സഹായം വേണം ത്രിവേണി? ആ വേണം. ഒരു കാര്യം ചെയ്യും, ഇത് പിടിച്ചോണ്ട് നിക്ക്. ദാ. ഒരു കുടുംബത്തില് മൊത്തം തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാരാണല്ലോ. എന്നാ ത്രിവേണി ഒരു കാര്യം ചെയ്യും, ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് എല്ലാവരും ഒന്ന് ശരിയാക്ക്. പിന്നെ എനിക്ക് അതാണല്ലോ പണി. ഒന്ന് പോയടോ. ചേട്ടാ സ്ഥലം നാളെ തന്നെ കാണാം. ആ ഞാൻ കൊച്ചിയിലുണ്ട്. ആ നാളെ കണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ ഡീലാക്കാം. ആ പ്രകാശം വാക്ക് പറഞ്ഞ വാക്കാന്നറിയാലോ. പ്രകാശ, അമ്മയ്ക്ക് വയ്യ, വേഗം വാ. ചേട്ടാ ഞാൻ തിരിച്ചു വിളിക്കാമേ. എന്തു പറ്റി അവൾക്ക്? തല ഇറക്കുന്നൊക്കെ പറയുന്നുണ്ട്, വേഗം വാ പ്രകാശ. നിനക്ക് എന്ത് പറ്റി അഞ്ജു? നീ വല്ല എടുത്ത് കഴിച്ചാ? എനിക്ക് ഒട്ടും വയ്യ പ്രകാശേട്ടാ, നിന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നിനക്ക് എന്താ പറ്റി പറയേ. നിങ്ങൾ കാര്യം അറിഞ്ഞാലേ കൊണ്ടുപോകുള്ളോ? എനിക്ക് വയ്യാന്ന്. ഹോസ്പിറ്റലിൽ കൊണ്ടോ എനിക്ക്. എന്തു വെച്ചു പ്രകാശേട്ടാ? എടാ എന്തോ തലവർക്കം വന്നെന്ന് പറയുന്നുണ്ട്. അക്കീതാ, ഞാൻ എടുക്കാം. മോള് എടുപ്പോയതാ? അമ്മയ്ക്ക് വയ്യ, അച്ഛനും അർജുനേട്ടനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അഞ്ജു ചേച്ചിക്ക് എന്തുപറ്റി? അറിയില്ല, ഞാൻ റൂമിൽ ചെന്നപ്പോ തലയിറക്കോ ഛർദിയോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ തീരെ വയ്യാതായപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോള് പേടിക്കൊന്നും വേണ്ട, അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല. അവർ പെട്ടെന്ന് ഇങ്ങോട്ട് വരും. കുറച്ച് കഴിയുമ്പോൾ വാണിയമ്മ പ്രകാശനെ വിളിച്ച് ചോദിക്കാം കേട്ടോ. മോളെന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ വാ കഴിക്കാം, വാ. എന്താണ് മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ഒന്നുമില്ല. അമ്മയ്ക്ക് വയ്യാത്തോണ്ടാ? അല്ല. പിന്നെ കാര്യം പറഞ്ഞാലേ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. മാടി ചേച്ചി, അബിയും എല്ലാരും കുഞ്ഞാവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. എനിക്കൊരു കുഞ്ഞാവ വേണം. ഇന്നലെ വെളിച്ചം കുറെ കാര്യങ്ങൾ പറഞ്ഞു, അത് കേട്ടപ്പോ എനിക്ക് വിഷമം. മോഹനേട്ടനും കുഞ്ഞു വരുന്നതിന്റെ സന്തോഷത്തില ചേച്ചി. അതിന് മാളി ചേച്ചിക്ക് അബിക്കും വേണ്ടി മാത്രമേ കുഞ്ഞാവ് വരുന്നതെന്ന് ആരാ പറഞ്ഞേ? ദേവുവിനും കൂടി വേണ്ടിയല്ലേ വാണിയമ്മ പ്രസവിക്കുന്നേ അല്ലേ? കുഞ്ഞുവാവയ്ക്ക് അന്നേ വീട്ടിൽ വിളിക്കാൻ കുക്കൂന്ന് പേര് പറഞ്ഞെന്നൊക്കെ മറന്നുപോയോ? ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, എന്റെ കൊച്ചിനെ നല്ലോലെ നോക്കിക്കൊള്ളണം, ഇല്ല എന്റെ സ്വഭാവം മാറും കേട്ടോ.
അയ്യോ കൈ മുറിഞ്ഞോ? നോക്കി അറിയണ്ടേ ചേച്ചി? സാരമില്ലടി, ചെറിയൊരു മുറിവല്ലേ. ഞാൻ ഫസ്റ്റ് എയ്ഡ് എടുത്ത് വരാം. അയ്യോ എന്ത് പറ്റി? കൈ മുറിഞ്ഞ? എവിടെ? അയ്യോ വന്നേ, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ അവനെ? കുഴപ്പമില്ല, വാ, ചെറിയ വന്നേ വന്നേ. ശ്ശെ. ത്രിവേണി പോയി ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ടോ. കേട്ടാ? ഇരിക്കി. അതിന് മാത്രമൊന്നും ഇല്ല, ചെറിയൊരു മുറിവ്. എന്താ അവൻ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കണ്ടേ? ഒരിത്തിരി ബ്ലഡ് പോയാലും മതി, തല ഇറങ്ങി അങ്ങനെ നിലത്തോട്ട് വീണാലോ. എന്റെ ആവണി, ഇതാ കുറച്ച് വെള്ളം കുടിക്കും. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഞാൻ ചെയ്തോളാം. കുറച്ച് നീറ്റിലുണ്ടാവുക. എന്താ അവണിത്? ഫുഡൊക്കെ ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കി വെക്കുമല്ലോ, വെറുതെ എന്തിനാ കൈ മുറിക്കാൻ പോകുന്നേ? എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ചെയ്തു തരില്ലേ? അവണി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പം മേളിലോട്ട് ചെല്ല്, പോയി കിടന്നോ. എഴുത ത്രിവേണി വാ. നിങ്ങളിവിടെ എന്ത് നോക്കി നിൽക്കാണ്? ചെല്ല് മേളിലോട്ട് അല്ലേ, അമ്മയടുത്തോട്ടല്ലേ? ടാ ചെല്ല്, ചെല്ലോ. ചെറിയ മുറിവല്ലേ ഉള്ളൂ, സാരമില്ല. അല്ലേ ഞാനും പറഞ്ഞു, ചെറിയ മുറിവേ ഉള്ളൂ. അമ്മ, ഈ ചെറിയ മുറിവിനാണ് അച്ഛൻ അത്ര ഓവർ ബിൽഡപ്പ് ഇട്ടത്? ഓവർ ബിൽഡപ്പ് ഒന്നുമല്ല, അങ്ങേര് ഇങ്ങനെ തന്നെയാ. ഈ കഴിഞ്ഞ 1 വർഷമല്ലേ ആയുള്ളൂ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ടും നിങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയിട്ടും. അതിനു മുന്നേ പുള്ളി ഇങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ കൈയൊന്ന് ചെറുതായിട്ട് മുറിഞ്ഞാൽ മതി, പിന്നെ അങ്ങേര് പുറകിൽ നിന്ന് മാറില്ല. എനിക്കൊരു മുറിവ് പറ്റിയ എന്നേക്കാ വേദന അങ്ങേർക്കായിരുന്നു. പക്ഷെ പിന്നെ അതൊക്കെ മാറിപ്പോയി. അപ്പൊ ഇത് ഓവർ ആക്ഷൻ അല്ലേ അമ്മ? ജെന്യൂൻ ആണോ? മതി, നിങ്ങൾ ചെല്ലാൻ നോക്ക്. എടി, നീ ചെന്നവർക്ക് ഫുഡ് എടുത്ത് കൊടുക്ക്. ചെല്ല്. വാ കുഞ്ഞമ്മ. എന്താ അച്ഛാ, അച്ഛൻ കാണിക്കുന്ന പ്രഹസനമല്ല, ജെന്യൂൻ ആണെന്ന് അമ്മ പറഞ്ഞു. ആണാ? ചേച്ചി ഇപ്പൊ പറഞ്ഞു ചേട്ടാ, പക്ഷെ ചേട്ടനോടുള്ള പഴയ ദേഷ്യമൊന്നും മാറിയിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ മാറും. പക്ഷെ ആവണിക്ക് എന്നെ മനസ്സിലായല്ലോ.
പോകെ പോകെ അവൾക്ക് ഇനി എല്ലാം മനസ്സിലാവും. അച്ഛാ അച്ഛൻ ഈ ഐഡിയ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി, ഉറപ്പായിട്ട് വർക്കൗട്ട് ആവും, നോ ഡൗട്ട്. എനിക്കും തോന്നുന്നത് അധികം വൈകാതെ എല്ലാ പ്രശ്നവും തീരുന്ന. എല്ലാം ശരിയാവും വലിച്ച. എന്താടാ, എന്തു പറഞ്ഞു ഡോക്ടർ? ഫുഡ് പോയിസൺ ആയിട്ടെത്തി, വയറ് മൊത്തം അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണാവോ പുറത്തുനിന്ന് വാങ്ങിച്ചയക്കണേ. മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, 2 ദിവസം റെസ്റ്റ് എടുക്ക്. പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഞാൻ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിച്ചില്ല എടുത്തി, കഴിച്ചത് ഇവിടുന്ന് തന്നെയാ. ഞാൻ കഴിച്ച ഭക്ഷണത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ആ, കണ്ടുപിടിക്കാനൊന്നുമില്ല, എനിക്കറിയാം എന്താ സംഭവിച്ചെന്ന്. അമ്മ കഴിച്ച ഫുഡ് തന്നെയാ നമ്മളെല്ലാരും കഴിച്ചത്. ഇവിളി ചുമ്മാ ഓരോന്ന് പറയണേ. അല്ലെങ്കിൽ തന്നെ 5 കഴിക്കുന്ന ഭക്ഷണത്തിൽ ആരെന്ത് മിക്സ് ചെയ്യാനാ? നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ഞാനൊന്നും ചിന്തിച്ചു കൂട്ടുന്നില്ല ഏട്ടത്തി. പക്ഷെ ഏട്ടത്തിയോട് ഞാനൊരു കാര്യം പറയാം. ഏട്ടത്തി ഇപ്പൊ അനുഭവിക്കേണ്ടതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏട്ടത്തി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ദേവു കുടിച്ചില്ലേ? ഇവളെന്തൊക്കെയാടേ പറഞ്ഞിട്ട് പോയത്? എനിക്കറിയില്ല ഏട്ടത്തി, ഇന്നലെ ഞാനായിട്ടൊന്ന് ഉടക്കിയിരുന്നു. അപ്പൊ അതിന്റെ ദേശത്തിന് വല്ലയിടത്ത് കഴിച്ചാണെന്നാ ഞാൻ വിചാരിച്ചത്. നീ ഒന്ന് പോയടാ, ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് പറയാതെ. അവൾ ഇപ്പോഴും സമ്മതിച്ചെന്നല്ല, പക്ഷെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഇനിയെങ്കിലും നന്നായി കണ്ടാൽ മതിയായിരുന്നു. വയറ് മാത്രല്ലേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ, മനസ്സ് ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ. നന്നാവാനേ ഒരു ചാൻസും ഇല്ല. നിന്നോട് വല്ലൊരു അഭിപ്രായം ചോദിച്ചോ? ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അഭിപ്രായം പറയണം തോന്നി പറഞ്ഞു, അത്രേ ഉള്ളൂ. പറഞ്ഞു. നിന്നെ ഒന്നും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ലല്ലോ. മറിയിങ്ങോട്ട്. എന്റെ പൊന്നു ത്രിവേണിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ കേൾക്കില്ലേ? നിന്റെ കാര്യം നോക്കി പൊടർക്ക. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആവശ്യത്തിന് കിട്ടിയില്ലേ? ഞാൻ ചോദിച്ചു വാങ്ങിച്ചതല്ലേ, സാരില്ല കേട്ടാ. ആ, നിങ്ങളതിനെ ഡോർ ലോക്ക് ചെയ്തേ. നിന്നെ കൊല്ലാൻ. നിങ്ങൾ മര്യാദക്ക് വാല് പറഞ്ഞേ. തുറക്ക്. സൗകര്യമില്ല. നീ എന്താണ് എനിക്ക് കലക്കി തന്നെ? ഞാൻ എന്ത് കലക്കി തന്ന്? നീ കുങ്കുമപ്പൂന്നും പറഞ്ഞ് കലക്കി വെച്ച പാല് മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല. നീ എന്താടി അതിൽ കലക്കിയത്? അത് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തല്ലേന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ കലക്കി വെച്ച പാലെടുത്ത് കുടിക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാ? നീ നിന്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ ആ പാല് കലക്കി വെച്ചത്? എന്തിനാ? നിന്റെ ചേച്ചിയെ കൊല്ലാനായിരുന്ന? പാല് നിങ്ങളുടെ വയറ്റി പിടിക്കാത്തതിന് അനാവശ്യം പറഞ്ഞിട്ടില്ല. ഒരനാവശ്യമില്ല. നീ നിന്റെ ചേച്ചിയെ കൊല്ലാൻ തന്നെയായിരുന്നു. എന്തിനാടി? സ്വത്തെല്ലാം ഒറ്റയ്ക്ക് തട്ടിയെടുക്കാനോ? അതോ വേറെ വല്ല ഉദ്ദേശമുണ്ടോ? നിങ്ങൾ ഇറങ്ങിപ്പോയേ, ചെല്ലേ പോ. സത്യം അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്താടി നിന്റെ ഉദ്ദേശം? ഇനി മോഹനേട്ടനെങ്ങാനും? നിങ്ങളോട് അനാവശ്യം പറയത് ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞാ ത്രിവേണി, ഇടി വാതിൽ പറഞ്ഞേ. ചേച്ചി ഒരു 5 മിനിറ്റേ, ഞാൻ ഇപ്പൊ തുറക്കാം. ചെറിയൊരു പണിയില്ല. പണിയില്ല, വാതിൽ പറഞ്ഞേ പെണ്ണെ. അതെ, ഇവിടെ ഒരു പ്രാണി നല്ല വിഷമുള്ളതാ, അതിനെ തല്ലി കൊന്നോണ്ടിരിക്ക.
നീ ഇതെന്തൊക്കെയാ പറയുന്നത്? കഥ തീർക്ക് നീ. ചേച്ചി ഞാൻ ഡ്രസ്സ് മാറാ, ഇപ്പൊ തുറക്കാം. ഓ ആ ശരി. വാക്കിന് എല്ലില്ലാന്ന് കരുതി അനാവശ്യം പറയരുത്. ഇപ്പൊ പിടിച്ച പിടിയേ ഒരു മിനിറ്റും കൂടി പിടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. എന്റെ കൺമുന്നിൽ പോലും ഇനി നിങ്ങളെ കാണരുത്. എന്തേ നിങ്ങൾ എന്താ പറയണേ? വാ തുറന്ന് പറ. നിങ്ങളുടെ കാരണം നോക്കി ഒരെണ്ണം കൂടി തന്നാലാ എനിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. തരട്ടെ? വേണ്ട, ഞാൻ നന്നായിക്കോളാം. ഇനി ഞാൻ മോളൊന്നും പറയൂല. മോളാ? അത് കൊള്ളാലോ. നീ ഇതെവിടുന്ന് വരുന്നേ? അഞ്ജു ചേച്ചിക്കേ ചെറിയൊരു സംശയം, അതൊന്ന് തീർത്തു കൊടുത്തതാ. എന്താ അഞ്ജു നിന്റെ സംശയം? എടി, നീ അവളെ എന്താ ഇത്? അവർക്ക് ആരോട് എന്ത് പറയണമെന്ന് അറിയില്ല. വാ തുറന്ന അനാവശ്യം മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഡോസ് കൊടുത്തതാ. ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അനാവശ്യോ? എന്തനാവശ്യം അവള് പറഞ്ഞത്? ആ, അത് ചേച്ചി അറിയാത്ത നല്ലത്. ഇല്ലെങ്കിൽ അവരുടെ കാല് വരി നിലത്തടിക്കും. അല്ല, ചേച്ചി എന്തിനാ എന്നെ തിരക്കേ? ഞാൻ നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നാ. ചേച്ചി പോയിക്കോ, ഞാൻ ഇപ്പൊ വരാം. ആ വരാൻ നോക്ക്. ആ ചേട്ടാ, ആ ചേട്ടൻ എന്ത് വെച്ചാ കുങ്കുമപ്പൂവാന്ന് പറഞ്ഞു കൊണ്ടുവന്നേ? എന്തു പറ്റി? അത് കഴിച്ചിട്ട് അഞ്ജു ചേച്ചിക്ക് ഫുഡ് പോയിസൺ അടിച്ചത്. അയ്യോ, എന്നതാ അവണിക്ക് കൊടുക്കാൻ നിൽക്കണ്ട. ചേച്ചിയുടെ മനസ്സൊന്ന് മാറി വരാം. വെറുതെ നമ്മളായിട്ട് പണി വാങ്ങി വെക്കരുത്. അപ്പൊ ദൈവം കൂടെ ഉള്ളതുകൊണ്ടാ അഞ്ജു ചേച്ചി കറക്റ്റ് ടൈമിന് വന്ന പാല് വാങ്ങി കുടിച്ചത്. ഇല്ലായിരുന്നെങ്കിലോ? ചേട്ടൻ കെയറിങ് കുറച്ച് കുറയ്ക്ക്, അതല്ലേ നല്ലത്.